എന്നാ വലിയ ആളെയാണോ വലുതോ? ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയത് കേട്ടോ. കുറച്ച് പൊടിക്കണ്ണി വലയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി നോക്കാനകത്ത് ഇറങ്ങിയതാണ്. ഇതാ വലയും അത് കെട്ടാനുള്ള കമ്പും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലയിൽ നിന്ന് കെട്ടി നോക്കാം. യൂണി അങ്ങനെതാ പപ്പ അങ്ങനെ വള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഓളം അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ വല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വല നമ്മൾ പൊങ്ങിടാതാണ് കിട്ടുന്നത്. ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. മീനൊക്കെ അടിയിലായിരിക്കും. അവിടെ നമ്മൾ പൊങ്ങിടാതെ കൊണ്ട് അടിച്ച് കെട്ടിയാൽ മതി, മീൻ കിട്ടും. അങ്ങനെ നമ്മൾ വലയെല്ലാം കെട്ടിക്കഴിഞ്ഞു കേട്ടോ. ഒരാൾക്ക് വല ഉണ്ടായിരുന്നു, അതെല്ലാം കെട്ടിക്കഴിഞ്ഞു. ഇപ്പോഴത്തേക്ക് നമ്മുടെ പട്ടി നമ്മൾ വല കെട്ടുന്നിടത്ത് വന്നു കേട്ടോ. കുറേ ദൂരം നടന്ന് ഇവിടെ വന്ന്. അതാണ് ഇതിൻ്റെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം വല കെട്ടുന്നില്ല എന്ന് എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ഒത്തിരി ലെങ്തായിപ്പോയി. അതുകൊണ്ട് നമ്മൾ വല കെട്ടുന്നെടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി പോകാം കേട്ടോ. അപ്പം ബാക്കി നാളെ രാവിലെ കാണാം മീൻ കിട്ടുമല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വല നോക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ചേറ കേട്ടോ, ചെറിയ ചേറാണ്. അധികം സൈസൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഇത് അടിക്കാട്ടൊരു വരാനും കിടക്കുന്നുണ്ടോ കേട്ടോ. തൂക്കിയെടുക്കാം. ഒരു മീഡിയം സൈസ് വരാലാണ്. തിലോപ്പിയാണ് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ വരാൽ ഇത്ര ആകത്തുള്ളൂ തോന്നുന്നു. ഇച്ചിരി വലുതാകും. എൻ്റെ കായലിലേക്ക് കൊണ്ടുവരാം 2 കിലോ ഉള്ളത്. തിരുവപ്പിടൊക്കെ വന്നില്ല. ഓ, നല്ല കറുത്തിട്ടൊരു പൂവൻ സിലോപ്പിയാട്ടോ കിട്ടിയിരിക്കുന്നത്. കറുത്തിരിക്കുന്നല്ലേ.
ഒരു മീനല്ലേ എവിടെ എന്നാ വലിയ ആളെയാണോ വലുതോ? പൊതിഞ്ഞു പിടിച്ചാണോ? അല്ല ഇവിടെ ചൂണ്ട കൊത്തി കഴിഞ്ഞാൽ ചെറു പിടിക്കും. ആകെ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇത്ര മീനാണ്. ഇനി നമുക്ക് വല നോക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനത്തെ വല നോക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വലയ്ക്ക് നമുക്ക് മീനൊന്നും കിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് ആകെ കിട്ടി ഇത്ര മീനാണ് കേട്ടോ. ഒരു വരാലും 2 ചേറ്, ഒരു സിലോപ്പി, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം വലിയ ചേറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മീനൊക്കെ കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം അടുത്ത പുതിയ ഫിഷിംഗ് വീഡിയോ ഒക്കെ കാണാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.